ഓക്കെ. ഞാൻ ഈയിടക്ക് ഹൈപ്പർ വോയിസിലെ ബാറ്ററി ഡ്രെയിൻ എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആ വീഡിയോയിൽ ഏകദേശം രണ്ടാള് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൈനീസിൻ്റെ സെക്യൂരിറ്റി ആപ്പിട്ട കുറച്ചും കൂടി ബാറ്ററി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പോരാതെ അതിൻ്റെ അകത്ത് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ കൂടി നിങ്ങൾക്ക് കിട്ടും. ഇല്ലാത്തവരാണെങ്കിലും കിട്ടും. ഈവൻ 33 വാട്ടിൻ്റെ താഴെ വരുന്ന ഫോണിൽ 2021-20 ഇറങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീച്ചർ കിട്ടൂല. അപ്പോൾ ചൈനീസ് ഇത് കയറ്റിയാൽ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടി എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനത് ഹൈപ്പർ വോയിസിൻ്റെ വേറൊരു വീഡിയോയിൽ, അതായത് ആഡ്സ് കളയേണ്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ പോരാതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് നിങ്ങളെ റിപ്ലൈ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. കുറേ തിരക്കും കാര്യങ്ങളല്ലേനോ, അതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഹൈപ്പർ വോയിസിൻ്റെ ആപ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കേട്ടോ, ഹൈപ്പർ വോയിസ് സിസ്റ്റം ആപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിടുന്ന് ടൈപ്പ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സെക്യൂരിറ്റി ഗോ വെർഷൻ ആണെങ്കിൽ, അതായത് ഇതിൻ്റെ ഡൗൺ മീൻസ് സൈസ് കുറഞ്ഞൊരു വെർഷൻ ഉണ്ടാവും. അതാണെങ്കിൽ സെക്യൂരിറ്റി ഗോ ആണെങ്കിൽ ഗോ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എടുക്കുക, ഒന്ന് എടുക്കട്ടെ. സെർച്ച് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൻ്റെ പോരായ്മ അത് ഇതാ, ഹൈപ്പർ വോയിസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഓപ്ഷൻ ഉണ്ടാവും. ഗ്ലോബലാണ് കറൻ്റ് നിങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ചൈന ക്ലിക്ക് ചെയ്യുക. ചൈന ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നൊരു വെർഷൻ, നിങ്ങളിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഹൈപ്പർ വോയിസ് 1 നിങ്ങളുള്ളതെങ്കിൽ ഇതിൻ്റെ നിന്നുള്ള ഏത് വെർഷൻ നിങ്ങൾ കയറ്റിയിടാം. ആൻഡ്രോയിഡ് 13 ആയാലും 14 ആയാലും നോ ഇഷ്യൂ, വലിയ ഇതൊന്നുമില്ല. ചെറിയ ബാറ്ററി ചൈനീസ് റോമിലൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. ഗ്ലോബലിൽ ഇച്ചിരി ഇതാക്കുന്നത് കാണാൻ പറ്റും. പിന്നെ മീ 14 ആണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ടുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ അതിന് ശേഷം മീ 14 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഗ്ലോബലാണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആപ്പ് പെർമിഷൻ എന്നെല്ലാം പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തത്, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അവിടെ ഡൗൺലോഡ് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതായത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ അകത്ത് സിസ്റ്റം അൺഓൺ എന്ന് കുറച്ച് സെറ്റിങ്സിൽ ഓഫ് ആയിട്ടുണ്ടാകും. അതൊരിക്കൽ ഓഫ് ആയത് ഓൺ ആക്കുക. കാരണം എന്തെങ്കിലും നമ്മൾ അറിയാണ്ട് ഡൗൺലോഡ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതാക്കുക, വീണ്ടും ഇതാക്കുക. ഇത് വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല ഈ APK. ഇപ്പോൾ നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ബാറ്ററീൻ്റെ സൈഡിലേക്ക് പോരുമ്പോൾ ബാറ്ററി പ്രൊട്ടക്ഷൻ്റെ അവിടെ നിങ്ങൾക്ക് സ്മാർട്ട് ചാർജ് ഇതിന് ഓൾറെഡി സപ്പോർട്ടാണ്. അതുകൊണ്ട് അത് പിന്നെ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഇത് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ പിന്നെ സെറ്റ് ആകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രോബാക്ക് ഞാൻ കാണിച്ചു തരാം എന്തെല്ലാന്നുള്ളത്. നിങ്ങൾ ഇനി ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റിയിൽ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ എടുത്ത് നോക്കുന്ന സമയം ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഹൈപ്പർ വോയിസാണ് റണ്ണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈപ്പർ വോയിസ് 3-ൻ്റെതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ആ ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നമ്മളെ പ്രൈവസി പ്രൊട്ടക്ഷനിൽ വന്നിട്ടാകുമ്പോൾ ഓരോ ഓപ്ഷൻ പോയിട്ട് ഹൈപ്പർ വോയിസിൻ്റെ ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ എല്ലാം ചൈനീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കയറ്റി ഇടുമ്പോൾ എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കയറ്റിയിട്ട് ഏകദേശം ഞാൻ ഒരു മാസം പറഞ്ഞുതരാം. ഒരു ജൂണിൽ ആ റേഞ്ചിലുള്ളത് നിങ്ങൾ ചൈനീസ് റോം അത്രയും ആഗ്രഹമെങ്കിൽ കയറ്റിയിട്ടാൽ മാത്രം മതി. ബാറ്ററി ബാക്കപ്പ് കിട്ടും, അതിന് ഒരു സംശയം വേണ്ട. ബാറ്ററി ബാക്കപ്പിൽ കില്ലാടി തന്നെയാണ്. എന്ന് വെച്ചാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം ഡിവൈസ് എന്ന് പറയണ്ടേ ചാർജ് തീർന്നിട്ടുള്ള, അപ്പോൾ ടൂൾ ബോക്സ് എല്ലാം എനബിൾ ആകും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ പോരാതെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരും. ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, നേരെ അഡീഷണൽ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ പോയിട്ടാകുമ്പോൾ ഫ്ലോട്ടിങ് വിൻഡോ ഉണ്ടാവും. ടൂൾ ബോക്സ് താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, മാനേജ് ബ്യൂട്ടി ഫോർ വീഡിയോ കോൾസ്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കിയിടുക. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ചൈനീസ് റോം ഒറ്റ ലാംഗ്വേജ് അവൈലബിൾ ആവും, 2 ലാംഗ്വേജ്, ചൈനീസ് ഇംഗ്ലീഷ് മാത്രം. അതും മനസ്സിൽ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തായാലും പറഞ്ഞ മതി, ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, സീ യു, ഗുഡ് ബൈ.